ആന്റിക്ക് എന്റെ ബോയ്ഫ്രണ്ടിന്റെ എന്റെയും സത്യം മനസ്സിലായി. അപ്പൊ അതിന്റെ വില കൊടുത്തല്ലേ പറ്റൂ. അമ്മേ, എന്ത് പറ്റിയ അമ്മയ്ക്ക്? എന്താ അമ്മ ഇങ്ങനെ കിതക്കുന്നേ? അറിയില്ല, ഞാൻ റൂമിലേക്ക് വരുമ്പോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേണോ എന്നൊക്കെ. പക്ഷെ എന്ത് പറ്റി അമ്മ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? എന്ത് പറ്റി പറ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രണവ്, എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. പക്ഷെ എന്തായിരിക്കും? എന്തിനാ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തന്നെ നോക്കുന്നത്? അവിടെ നോക്കി എന്ത് പറയാനാ അമ്മ ഉദ്ദേശിക്കുന്നത്? അവിടെ തനു അല്ലേ ഉള്ളൂ. അമ്മ ഒന്നും റിയാക്ട് ചെയ്തില്ല. എന്തായാലും എനിക്ക് എല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ. പക്ഷെ എങ്ങനെ? അതൊരു നല്ല ഐഡിയ. എത്രയോ ദിവസത്തിന് ശേഷം എത്രയധികം സന്തോഷം കിട്ടുന്നത്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി എന്നും അവരുടെ മുറിയിൽ കയറി അവരെങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടേ ഇരിക്കണം. ഒരു ദിവസം അവര് മരിച്ചു പോവും. ഹലോ. ആ മാഡം, സുഖാണോ? എന്തു പറ്റി? ഒന്നും പറയുന്നില്ലല്ലോ. ശ്വാസം വലിക്കുന്ന ശബ്ദം. അത് എന്നോടാണ് ചെയ്തത്. ഞങ്ങൾ വെറുതെ പ്രിയയുടെ അമ്മയെ തട്ടിക്കൊണ്ട് പോണ്ടി വന്നു. അവർക്ക് എന്നെ കുറിച്ചും എന്റെ ബോയ്ഫ്രണ്ടിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അവർക്കൊന്നും സംസാരിക്കാൻ കഴിയാത്തത് നന്നായി. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ കൊന്നു കളഞ്ഞാനെ. ഹലോ ഹലോ. നിങ്ങളെയൊന്നും വിശ്വസിക്കാനേ കഴിയില്ല മാഡം. ഞാനൊരു കാര്യം പറയാം. എന്റെയും നിങ്ങളുടെയും ഡീൽ ഇവിടെ അവസാനിച്ചിരിക്കുക. ഇനി നിങ്ങളുടെ ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ തന്നെ വീട്ടിലെ മറ്റൊരാളോട് ഞാൻ പറയുന്നു. നിങ്ങളുമായുള്ള സകല ഡീലും ഇവിടെ അവസാനിക്കാം. ഇല്ല, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. ഹലോ. അപ്പൊ ശരിക്കും അമ്മ അയാളെ കണ്ടു. തനുവിന്റെ കുഞ്ഞിന്റെ അച്ഛനെ കഴിയുമായിരുന്നു. അന്ന് കുറച്ചുകൂടെ ധൈര്യം ഞാൻ കാണിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പ്രണവ് പറഞ്ഞതനുസരിക്കാൻ പാടില്ലായിരുന്നു. സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോണായിരുന്നു. സരളാന്റിയെ കുറിച്ചുള്ള ചിന്തയിൽ ഞാൻ ഈ ബ്ലാക്ക് മെയിലറുടെ കാര്യം മറന്നുപോയി. ഈ അപകടം എപ്പോഴും പിന്നാലെ തന്നെയുണ്ട്. ഇനി ശരിക്കും അയാൾ മറ്റാരെങ്കിലുമായി ഡീൽ ചെയ്യൂ. പ്രിയോട് ഡീൽ ചെയ്താല് അവൾ എന്ത് വില കൊടുത്തും തെളിവ് നേടാൻ ശ്രമിക്കും. ഞാൻ അയാളെ തടയണം. സരള ആന്റി എന്റെ വഴിയിൽ നിന്ന് മാറ്റിയ പോലെ അയാളെയും മാറ്റണം. കാര്യം ശരിയാക്കാം, എന്നിട്ട് ഇവളെ ശരിയാക്കാം. എന്താ ചിന്തിക്കുന്നെ? ആ, ഇനി വേണമെങ്കിൽ ചിന്തിച്ചോ. നിനക്കിനി ചിന്തിക്കാൻ മാത്രമേ കഴിയൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അഭി എന്റെ കൂടെ ഉള്ളത് വരെ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ പറഞ്ഞത് ശരിയാ. പ്രഗ്നന്റ് ആയി പോയി. അല്ലെങ്കിൽ യജമാനത്തി ആരാ വേലക്കാരി ആരാണെന്ന് ഞാൻ അറിയിച്ചേനെ. എന്നെ കുറിച്ച് നീ അധികം ചിന്തിക്കണ്ട. പകരം നീ നിന്റെ കല്യാണക്കാര്യം ചിന്തിക്ക. അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് തന്നെ അമ്മയാകാം. പിന്നെ കല്യാണമല്ല, കുഞ്ഞിന്റെ പേരും പേരിടൽ ചടങ്ങിനെയും കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കാം. രാത്രി വീട്ടിൽ വാമോനെ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. ആകാശ് പെട്ടെന്ന് വരാനുള്ള കാരണം അത് അവന്റെ പകുതി ജോലിയും ചെയ്യുന്നത് ഞാനാ. അവൻ ചെറിയ പയ്യനല്ലേ, അവനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നത് ശരിയല്ല. മാത്രമല്ല കല്യാണവും ഈയിടയ്ക്കായിരുന്നല്ലോ. ഞാൻ കരുതി കുറച്ചു സമയം അവൻ ഫാമിലിയോടൊപ്പം ഉണ്ടാവട്ടെ എന്ന്. പുതിയ ജോലി തുടങ്ങിയതല്ലേ ഉള്ളൂ. എല്ലാം ഒന്ന് ശരിയായി വരാൻ കുറച്ചു സമയം എടുക്കും. ഞാൻ അവന്റെ ജോലി ഭാരം കുറയ്ക്കാനും ശ്രമിക്കുന്നു. അതുകൊണ്ടാ ഞാൻ വൈകി പോകുന്നത്. യു ഡോണ്ട് വറി, ജോലി ഭാരമൊക്കെ ഒന്ന് കുറയുമ്പോഴേക്കും ഞാനും ഒന്നും നേരത്തെ വരാൻ നോക്കാം. എന്നാ ശരി, ഞാൻ പോയി ആലി ഒന്ന് കണ്ടിട്ട് വരാം. ആ പിന്നെ അവിടുന്ന് തന്നെ നിനക്കെന്താ വട്ടായോ?
സംസാരിക്കാൻ നിൽക്കുന്ന ആളോട് സംസാരിക്കുകയില്ല, സംസാരിക്കാൻ പറ്റാത്ത ആന്റിയോട് നിനക്കിപ്പോ സംസാരിക്കണോ അല്ലേ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെ? നിങ്ങൾക്ക് എന്താ പറഞ്ഞു മനസ്സിലാവത്തെ? എന്നാ നീ പറഞ്ഞതാ, എല്ലാം അറിയാവുന്ന വ്യക്തിയല്ലേ. എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്റെ തലയിലോട്ട് കുത്തിക്കയറ്റുന്ന ആളല്ലേ. നിന്റെ കൈ എന്റെ കയ്യിലോട്ട് വെച്ച് തന്ന എന്തിനാന്ന് ഞാൻ ആന്റിയോട് ചോദിച്ചപ്പോ നീ എന്തിനാ തടഞ്ഞേ? ഇപ്പൊ നിനക്ക് ഏത് അത്യാവശ്യ കാര്യം ആന്റിയോട് ചോദിക്കാനുള്ളത് ഇത്ര പെട്ടെന്ന്? അത് ഞാൻ നിങ്ങളോട് പറയില്ല. എപ്പോഴും നിന്റെ മറുപടി ഇതാണ്. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ മറുപടിയില്ല. പറയ്, എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. പറ്റില്ല, എനിക്കിപ്പോ നിന്നോട് സംസാരിക്കണം. കൊടുക്കും, പിന്നെ രാവിലെ സംസാരിക്കാൻ കഴിയൂ. അതിനു മുമ്പ് എനിക്ക് അമ്മയെ കാണണം. എന്റെ കൈ വിടും നിങ്ങൾ. ഇല്ല, വിടില്ല. വെറുതെ വാശി പിടിക്കുന്നത് നീയാണ്. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. വാ ഇങ്ങോട്ട്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം, നിങ്ങളുടെ വിചാരം നിങ്ങളുടെ കാര്യം മാത്രം അത്യാവശ്യമെന്ന്. എന്താ മനസ്സിലാക്കാത്ത മറ്റുള്ളവർക്കും ആവശ്യങ്ങൾ ഉണ്ടാവുമെന്ന്? ശരി, സംസാരിക്കണ്ട. ഇത്ര വലിയൊരു രഹസ്യം മറച്ചു വെച്ച് അയാൾ ഈ വീട്ടിൽ വന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീട്ടിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ അയാൾ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. ശരി, ഞാനേ അമ്മയ്ക്ക് കുറെ ഫോട്ടോസ് കാണിച്ചു തരാം. ഫംഗ്ഷന്റെ ഒക്കെ ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ അയാളെ കാണുകയാണെങ്കിൽ അമ്മ എന്നെ നോക്കി കണ്ണടച്ച് കാണിച്ചാൽ മതി. അല്ലാതെ അമ്മ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സമാധാനമായിട്ട് ഫോട്ടോസ് നോക്കിയാൽ മതി. ശ്രദ്ധിച്ചു നോക്കമ്മേ. ആരായിരിക്കും അയാൾ? എനിക്കറിയാവുന്ന എല്ലാവരെയും കുറിച്ചും ഞാൻ ചിന്തിച്ചു. ഈ വീട്ടിൽ വന്നു പോകുന്നയാൾ ഓഫീസിലുള്ള ആരും ആയിരിക്കില്ല. പിന്നെ അദ്ദേഹത്തിന് അറിയുന്ന ആരെങ്കിലും ആണോ? എനിക്കും അറിയാവുന്ന ഒരു വ്യക്തി? ഏതെങ്കിലും പ്രൊഡ്യൂസർ, ആഡ് മേക്കർ, അതോ തനുവുമായി വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഏജന്റുമാരാണോ? ഇനി ജോലിയുടെ കാര്യം പറഞ്ഞു വന്നതാവോ? ഞാൻ ഈ വ്യക്തിയിലേക്ക് എത്താൻ എന്താ ചെയ്യേണ്ടത്? ഈ അവസരം എനിക്ക് നഷ്ടപ്പെടുത്താനും കഴിയില്ല. എങ്ങനെയെങ്കിലും അയാളെ കുറിച്ച് അറിഞ്ഞേ മതിയാകൂ. ആന്റി വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവരൊരു അമ്മയാണ്. അപ്പോൾ എന്തായാലും മോളുടെ ജീവിതത്തെപ്പറ്റി ഓർത്ത് ടെൻഷൻ ഉണ്ടാവും. അതിപ്പോ ഞാൻ ഓർക്കേണ്ട ആവശ്യം എന്തോ? ഇപ്പോ എന്റെ ലക്ഷ്യം തനുവും ഞാനുമായിട്ടുള്ള കല്യാണം. അതിലൊരു സത്യമുണ്ട്, അത് നിന്റെ കടമയുമാണ്. ഇപ്പോഴും തനു എന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്ന കാര്യം ഞാൻ ഓർക്കുന്നില്ല. പോരാത്തതിന് ആ പ്രിയെ ഓർത്ത് ഞാൻ ടെൻഷനും ആവുന്നു. ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപമാണ്. നീ സ്വയം കൺട്രോൾ ചെയ്യാബി. നീ ഒരു സ്റ്റാറായി തീരാൻ വേണ്ടി ഒരുപാട് സഹിച്ചതല്ലേ? അതേ മനസ്സ് വെച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിറവേറ്റും. അത് നിന്റെ കടമയാണ്, തനുവിനോടുള്ള കടമ. അല്ലാതെ വെറുതെ പ്രിയയെപ്പറ്റി ചിന്തിക്കുകയല്ല. മതി, ഒരുപാടായി. അവൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന്. ആലിയ, തനു, നീ എന്റെ മുറിയിൽ എന്താ ചെയ്യുന്നത്? നീ എങ്ങനെയാ അകത്ത് വന്ന? ഞാൻ വാതിലടച്ചിരുന്നു. ഇല്ലല്ലോ, വാതിൽ തുറന്നിരുന്നു. ഞാൻ വെറുതെ പുഷ് ചെയ്ത് നോക്കി. ആദ്യം ഈ ലോക്ക് ശരിയാക്കണം, അല്ലെങ്കിൽ ഈ വീടൊരു പൊതുസ്ഥലമായിട്ട് മാറും. പിന്നെ ഒരു രഹസ്യം സൂക്ഷിക്കാനും കഴിയില്ല. പറയൂ, എന്താ പ്രശ്നം? നിനക്കെങ്ങനെ മനസ്സിലായി ഞാനൊരു പ്രശ്നം പറയാനാ വന്നേന്ന്? ഇന്ന് വരെ അങ്ങനെയാണല്ലോ നടന്നിട്ടുള്ളത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടി എന്റെ അടുത്ത് വരും. പെട്ടെന്ന് പറയും, എന്താ കാര്യം? അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് എന്നിട്ട് ഉറങ്ങുകയും വേണം. നീ ഒരുപാട് മാറി. അത്യാവശ്യമുള്ള കാര്യം ആദ്യം പറയും, ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം. ആലി, എനിക്ക് 2 പ്രശ്നങ്ങളുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ. ഒന്ന് സരളാൻറ്റി, അവർക്ക് എപ്പോ വേണമെങ്കിലും അവരുടെ അസുഖം മാറാം. അടുത്തത് ആ ബ്ലാക്ക് മെയിലർ. അയാൾക്ക് എന്നെ കുറിച്ചും നിഖിലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. ഐ മീൻ, അയാളുടെ കയ്യിൽ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിഖിലാണെന്ന് തെളിവുമുണ്ട്. ആദ്യം അയാള് ആ തെളിവ് എനിക്ക് തരാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്നാ. ബൈ ചാൻസ് അയാൾ ആ ഡീല് പ്രിയമായിട്ടെങ്ങാനും നടത്തിയാൽ എന്റെ കാര്യം തീരുമാനാവും. പ്രോബ്ലം കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഒരു കാര്യം ചെയ്യ്, നീ എല്ലാ കാര്യങ്ങളും പറയ്. എപ്പോ എന്തൊക്കെ സംഭവിച്ചു, നീ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട്?
ഈ ലൈറ്റ് എങ്ങനെ ഓഫായത്? അത് അമ്മയുടെ മുറിയല്ലേ? നഴ്സ്, നഴ്സ്, ആരാ അകത്ത്? കഥക് തുറക്കാൻ. അമ്മേ, അതെ, ഒന്ന് എഴുന്നേറ്റേ, ഒന്ന് എഴുന്നേറ്റേ പ്ലീസ്, ഒന്ന് വേഗം എഴുന്നേറ്റേ, എന്നെ ഒന്ന് സഹായിച്ചേ. ആണോ? നിനക്ക് എന്നോട് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ ഇപ്പൊ വന്നത്? നോക്ക്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തെ? അമ്മയുടെ മുറിയിൽ ആരോ കയറി കഥ കടച്ചു. ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, ബഹളം വെച്ചു, എന്നിട്ടും കഥക് തുറക്കുന്നില്ല. പ്ലീസ് ഒന്ന് സഹായിക്കൂ. ഒരു മിനിറ്റ്, ഇത് നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള അടവല്ലല്ലോ. വെറുതെ എന്റെ ഉറക്കം കളഞ്ഞാണല്ലോ നിന്നെ. അമ്മയുടെ കാര്യത്തെ തമാശ കാണിക്കുന്നു തോന്നുന്നുണ്ടോ? അമ്മയുടെ റൂമിൽ ആരോ കയറിയിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്കൂ. സമാധാനത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാലോ. പിന്നെ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ടിയും എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് എനിക്ക് വിചാരിക്കാലോ. പക്ഷെ അബി, പ്രിയ നിന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നതിനർത്ഥം അവൾക്ക് ഞാനിവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ഞാനിവിടെ ആന്റിയുടെ അടുത്ത് നിൽക്കുന്നതൊന്നും. അബി, നിനക്കും അതാ ഇഷ്ടമെങ്കിൽ പ്ലീസ് എന്നോട് പറഞ്ഞോളൂ. ഐ പ്രോമിസ്, ഞാൻ ഇനി ഇവിടെ വരില്ല. ഇല്ലതിനും അത് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. ഇപ്പൊ എന്തായാലും അത് മാറി. ഒത്തിരി ലേറ്റായി, നീ പോയി കിടന്നുറങ്ങും. മകളോട് പ്രതികാരം തീർക്കാൻ വേണ്ടി അമ്മയെ ആക്രമിക്കും. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും എന്നോട് പ്രതികാരം ഉണ്ടെങ്കിൽ അത് അച്ഛമ്മയോട് തീർക്കുമായിരിക്കും അല്ലേ? അതെനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, തനു എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിക്കാനേ കൊള്ളില്ല. പിന്നെ പിന്നെ അവൾ എന്റെ അമ്മയെ സംരക്ഷിക്കുന്നു കാണിക്കുന്നതൊക്കെ വെറും അഭിനയോ? അവൾ അമ്മയെ കാണാൻ വന്നു എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന എന്തിനാ വാതിലടച്ച് ലോക്ക് ചെയ്യുന്നത്? നീ എന്താ മറന്നുപോയോ? നമ്മൾ അവിടെ ചെന്നപ്പോൾ ആ റൂമിൽ ലൈറ്റും ഉണ്ടായിരുന്നു, പിന്നെ ഡോറും ലോക്കല്ലായിരുന്നു. അതേ ഞാൻ പറയാൻ വന്നത്. ഞാൻ ചെന്ന സമയത്ത് ലൈറ്റും ഇല്ലായിരുന്നു, കതകും അടച്ചിരുന്നു. അവളുടെ ഉദ്ദേശം മറ്റെന്തോ ആയിരുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് വന്നു എന്ന് കണ്ടപ്പോഴാണ് അവള് ലൈറ്റ് ഓൺ ആക്കിയതും ഡോറ് തുറന്നു വെച്ചതും. പിന്നെ അവളുടെ അഭിനയം തുടങ്ങി. അഭിനയിക്കുന്നത് അവളല്ല, നീ. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. ഒരു നാൾ തരളമിവനിൽ പടരൂ വനലതികയായി മുറുകെ മതിവരുവോളം സഖി. പാടു ഗാലി ദൂരെ ദൂരെ മറയരുതേ നീ താനേ വീഴും വേനൽ പൂവായി താഴെ താഴെ ഇതളടിയരുതേ നീ. നിന്റെ മുഖലക്ഷണം ഒന്ന് നോക്കുകയായിരുന്നു. നീ ഇനി എന്ത് കഥയാണ് ഉണ്ടാക്കുന്നതെന്ന്. കഥ പറയുന്നതിന് മുമ്പ് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്റെ കഥ കേൾക്കാനേ എനിക്ക് ഒരു താല്പര്യമില്ല, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിലും നല്ലത് ഞാൻ അമ്മയുടെ അടുത്ത് പോയിരിക്കുന്നതാ. തനുവിൽ നിന്നെങ്കിലും അമ്മ രക്ഷിക്കും. അമ്മ അവളുടെ ഏറ്റവും വലിയ ആപത്താണെന്ന്. തനുവിന് ഈ കാര്യത്തിൽ നല്ല പേടിയുണ്ടാവും. അമ്മ സുഖം പ്രാപിക്കുകയാണെങ്കിൽ അവളുടെയും അവളുടെ ബോയ്ഫ്രണ്ടിന്റെയും സത്യാവസ്ഥ എല്ലാവരുടെയും മുന്നിൽ വരുമെന്ന്. പിന്നെ ഈ പേടിയുള്ളത് കൊണ്ട് അവൾ ഉറപ്പായും അമ്മയെ അപായപ്പെടുത്താൻ ശ്രമിക്കും. മറ്റൊരു ഭാഗത്ത് അവൾ അദ്ദേഹത്തെ ഇമോഷണലി കയ്യിലെടുത്തോണ്ടിരിക്കുക, അദ്ദേഹത്തിന്റെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ പിന്നെ ഇവളെ സംശയിക്കില്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അയാളെ എനിക്ക് അറിയാൻ അമ്മ പറയുന്നത്. ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അയാൾ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എനിക്ക് എന്റെ ബുൾബുളിനെ നഷ്ടമായത്. ഇനി എന്റെ അമ്മയെ കൂടി നഷ്ടപ്പെടുത്താനാവില്ല. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാ പറയാ. ഞാൻ കണ്ട സ്വപ്നം, എന്റെ സ്വപ്നത്തിൽ അമ്മയെ ആരോ. മോളെ, നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നേ? പുലർച്ചെ കാണുന്ന എല്ലാ സ്വപ്നവും ഫലിക്കില്ല. നോക്ക്, നമ്മൾ ഇത്രയും പേർ നിനക്കൊപ്പമുണ്ട്. നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞങ്ങൾ അനുവദിക്കുമോ?
അച്ഛമ്മ നമ്മൾ എപ്പോഴും അങ്ങനെയാ ചിന്തിക്കുക. എന്നാൽ ബുൾബുളിന് സംഭവിച്ചത് എന്താ? ഇന്ന് ബുൾബുൾ നമ്മളോടൊപ്പം ഇല്ല. അപകടങ്ങളൊന്നും നമ്മളെ അറിയിച്ചിട്ടല്ലല്ലോ വരുന്നത്. എന്തെങ്കിലും സംഭവിക്കുമ്പോ പിന്നെ അത് അനുഭവിക്കാൻ നല്ലത് മറ്റു മാർഗങ്ങൾ ഉണ്ടാവില്ല. ഇനി ഒരു അപകടം നമുക്ക് സംഭവിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് വൈകി പോവും. പിന്നെ ചേച്ചിക്ക് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഓർക്കണം ചേച്ചി, തനു ഇനി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തനുവിനെ കൊന്നിരിക്കും. ചേച്ചി, റോണി ചെയ്തത് വളരെ ശരിയാണ്. അവൻ ചേച്ചിയെ സ്വന്തം സഹോദരിയായിട്ടാണ് കാണുന്നത്. ഏതൊരു സഹോദരനും സ്വന്തം സഹോദരിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യില്ലേ? പിന്നെ ചേച്ചി, എനിക്കും തോന്നുന്നത് ഇതിനെല്ലാത്തിനും കാരണം ആ തനു തന്നെയാണെന്നാ. അതുകൊണ്ട് അവൾക്കെതിരെയുള്ള തെളിവ് കണ്ടുപിടിക്കുന്നതിന് പകരം അവളെ ടാർഗറ്റ് ചെയ്യുന്നതാ നല്ലത്. മതി, ഒരുപാടായി. നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? നമ്മുടെ പ്രയത്നം സത്യം തെളിയിക്കാൻ വേണ്ടിയാ, അല്ലാതെ ഇതൊരു യുദ്ധമല്ല ആരെയും കൊല്ലുന്ന കാര്യം ചർച്ച ചെയ്യാനായി. നിങ്ങൾ ആരുടെയും ജീവന് വില കൽപ്പിക്കുന്നില്ലേ? അച്ഛമ്മ, എന്റെ ലക്ഷ്യം അദ്ദേഹമായിരുന്നില്ല അച്ഛമ്മ. അദ്ദേഹം എന്റെ അടുത്തുണ്ടായിരുന്നില്ലേ? ഞാൻ ഈ വീട്ടിൽ ഈ ലക്ഷ്യത്തോടെ വന്നതിന് ശേഷം അദ്ദേഹം എന്നിൽ നിന്ന് അകന്നു പോവുക ചെയ്തത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ അകലം ജീവിതകാലം മുഴുവനും ഉണ്ടാവും അച്ഛമ്മ. അതിൽ നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. അച്ഛമ്മ എന്നെ തടയരുത്. അച്ഛമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ ചെയ്യുന്നതൊക്കെ എപ്പോഴും ശരിയായിരിക്കുമെന്ന്. ഇനി എന്ത് വന്നാലും ഞാൻ നോക്കാം. പക്ഷെ ഈ അന്വേഷണം നമുക്കിവിടെ അവസാനിപ്പിക്കണം. സത്യത്തെ മുന്നിൽ വരുത്താൻ വേണ്ടി നമ്മളൊക്കെ ഒരുപാട് വേദനകൾ സഹിച്ചു കഴിഞ്ഞില്ലേ? ഇനി വേണ്ട. ഇനിയും വേദനകൾ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലാം തന്നെ അദ്ദേഹത്തോട് സത്യം തുറന്ന് പറഞ്ഞതിന് ശേഷം ആവട്ടെ. ചിലപ്പോ ഞങ്ങൾ അകന്നിരിക്കണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എനിക്ക് ശ്രമത്തിൽ തോൽക്കണമെന്നാണെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. എല്ലാ സത്യങ്ങളും അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞു എന്നതിൽ. അതിനുശേഷം എന്ത് സംഭവിച്ചാലും ഞാൻ സഹിക്കും. അദ്ദേഹം എന്ത് തീരുമാനം എടുത്താലും എനിക്ക് സമ്മതോ. പക്ഷെ ഞാൻ എടുത്ത തീരുമാനം അത് മാറ്റാൻ ഞാൻ തയ്യാറല്ല. ഐ എം സോറി പ്രണവ്. പ്രിയ നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് വട്ടാണോ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നതിന് പകരം എന്നെ കുറ്റപ്പെടുത്തുവാണോ? അതുകൊണ്ടാ ഞാൻ ഇത്രയും നേരം ആലോചിച്ചത് പറയണോ വേണ്ടയോ എന്ന്. അഭി മറ്റാരും വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ നീ വിശ്വസിച്ചില്ലെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവൾ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നേ. അഭി, ഞാൻ റൂമിലേക്ക് കയറാനായി സ്റ്റെയറിനടുത്തെത്തിയപ്പോ അവിടെ വെള്ളം കിടക്കുന്നത് കണ്ടു. പിന്നെ റോണി അവിടെ ഒളിച്ചിരിക്കുന്നതും കണ്ടു. അവന്റെ കയ്യില് വെള്ളത്തിന്റെ ബോട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ തെളിവൊന്നുമില്ല. തെളിവില്ല, പക്ഷേ ചേച്ചി അഭിസാറിനോട് ചോദിച്ച് കുറച്ച് സമയം എന്തായാലും വാങ്ങിത്തരും. ആ സമയം കൊണ്ട് എന്തായാലും തനുവിന്റെ സത്യങ്ങളെല്ലാം നമുക്ക് പുറത്തുകൊണ്ടുവരാം. സിമ്പിൾ. റോണി പറയുന്നത് ശരിയാ. അച്ഛമ്മ, നമ്മൾ അയാളുടെ അടുത്തേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇനിയും അഭി തെളിവെങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സമയം വേണ്ടി വരുമെന്നേ. മാത്രമല്ല അഭി ചിലപ്പോ നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പരിശ്രമം എല്ലാം അവസാനിക്കില്ല. അവസാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്തായാലും ഇന്ന് വരെ ചെയ്യാത്ത കാര്യമാണെങ്കിൽ പോലും ഞാൻ ചെയ്യും. എനിക്ക് അഭിയോട് വഴക്കിടേണ്ടി വന്നാൽ പോലും ഞാൻ വഴക്കിടും. പക്ഷെ പ്രിയ തോൽക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കും. നീ അവളോട് കാണിക്കരുത്. അവൾ ഓരോരോ കള്ളങ്ങൾ നിന്നോട് പറഞ്ഞ് നിന്റെ അവിശ്വാസത്തെ മുതലെടുക്കാൻ ശ്രമിക്കും. കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ എന്നെയും തമ്മിൽ തെറ്റിക്കും. ഇപ്പൊ എനിക്ക് പേടി. അവളെങ്ങാനും വന്ന് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിന്റെ അച്ഛൻ നീയല്ലാന്ന് പറയൂന്ന. നീ അതും വിശ്വസിക്കും. എന്നെ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിൽ നീ എന്നെ പുറത്താക്കും. നീ എന്താ ഈ പറയുന്നേ? സത്യം ഞാൻ ഈ പറയുന്നത്. നിന്റെ കണ്ണിൽ നീ അവളെ എന്തുമാത്രം വിശ്വസിക്കുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. അത് അവൾക്കും അറിയാം അബി. നിനക്ക് അവളെ വിശ്വാസമാണെന്നും അവൾ എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കുമെന്നും. എന്റെ കയ്യിൽ ഒരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. സോ ഐ വാണ്ട് ടു മീറ്റ് യു ആൻഡ് ടോക്ക് ടു യു അബൌട്ട് ദാറ്റ്. ഓ, ആലിയ മേനോൻ, അഭിഷേക് മേനോന്റെ സിസ്റ്റർ അല്ലേ? നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അബിയോടൊപ്പം ഓഫീസിൽ വരാലോ. എന്ത് പ്രപ്പോസൽ ആയിരുന്നാലും. ഏട്ടനില്ലാതെ ആരും എന്നോട് ഡീല് ചെയ്യില്ല. മുഴുവൻ പേര് പറയാതെ തന്നെ ആർക്കും അറിയത്ത പോലുമില്ല. എങ്ങനെയാ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുക?
വെള്ളം കുടിച്ചോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെ ഇരുന്ന ശരിയാവില്ല ആലിയ. ഏട്ടന്റെ മാർക്കറ്റ് അത്ര വേഗമൊന്നും ഇടിഞ്ഞു വീഴില്ല. അതിനുവേണ്ടി ഏട്ടന്റെ 2-3 പാട്ടുകൾ ഫ്ലോപ്പ് ആവണം, 2-3 കോൺസെർട്ട് ലോസും ആവണം, എന്നാലും എന്തെങ്കിലും നടക്കും. പക്ഷെ ഈയിടെയായിട്ട് ഏട്ടൻ കോൺസെർട്ടും ചെയ്യുന്നില്ല, പാട്ടുകളും നിർമ്മിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടിനായിട്ട് കാത്തിരിക്കുക. നീ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം ആലിയ. വാക്കുകളെയും വിശ്വസിക്കുന്നുവെന്നും പറഞ്ഞു. വക്രബുദ്ധിയാണെന്നറിയാം, പക്ഷേ ഇത്രയ്ക്കുണ്ടെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് അവൾ രണ്ടും കൽപ്പിച്ചാന്ന, അല്ലേ പ്രണവ്? ശരിയാ അച്ഛമ്മ പറയുന്നത്. അവൾ എത്ര സൂത്രശാലിയായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ഒരു തെളിവില്ലാതെ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല അച്ഛമ്മേ. അതാ ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഇതിലിപ്പോ വിഷമിക്കാൻ എന്താ ഉള്ളേ? അഭിസാറിന് തെളിവ് വേണമെങ്കിൽ നമ്മൾ നൽകുമല്ലോ. ഇങ്ങനെ കരങ്ങി സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോറി ചേച്ചി, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ചാ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇടക്കേറി സംസാരിക്കരുതെന്ന് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വിട്ടേക്ക് പ്ലീസ്. റോണി പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മനസ്സിലായി താനും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എല്ലാവർക്കും ഓർമ്മയില്ലേ? അതായത് അന്ന് ചേച്ചി ബ്ലാക്ക് മെയിലറായും അവളെ ഫോൺ വിളിച്ചത്. അന്ന് തനുവിനോട് പറഞ്ഞിരുന്നു ഇനി തെളിവ് മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ആരെങ്കിലും അവനെ ഫോണിൽ വിളിച്ചും ഈ കുഞ്ഞ് അവന്റെ അല്ലെന്ന് പറഞ്ഞാലും അബി ഒരിക്കലും അത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ഇനി ഇവിടുന്ന് തുടങ്ങണം അച്ഛമ്മേ. സമാധാനത്തോടെ ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ബ്ലാക്ക്മെയിൽ ചെയ്ത ആളെ പിടിക്കാൻ സഹായിക്കാൻ. അങ്ങനെ എനിക്ക് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആളെ ഉറപ്പായിട്ടും പിടിക്കാൻ സാധിക്കും. അയാളായിരിക്കും റോണിയോട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. പിന്നെ റോണി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എന്നെ സഹായിക്കാതിരിക്കോ? ഈ ഒരു ഹെൽപ്പിന്റെ മറവിലൂടെ ആകണം നമുക്ക് ആ തനുവിനെ കയ്യോടെ പിടികൂടേണ്ടത്. എനിക്കാണേലൊന്നും മനസ്സിലായില്ല. റോണി, നിനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല, എനിക്ക് ശരിക്കും തോന്നിയത് ഞാനൊരു സസ്പെൻസ് ഫിലിം കണ്ടുകൊണ്ടിരുന്നിട്ട് അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്ന. കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. പ്രണവ്, നീ പറയുന്നത് ശരിയാ. ഞാൻ തയ്യാറാ. വരാൻ പറ്റില്ല. അതെന്താ? ചേച്ചിയുടെ പേരിൽ ഏതെങ്കിലും ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ടോ? ചേച്ചി പോയി അടച്ചിടാൻ. ചേച്ചി, നമ്മള് ഭഗവാനെ കാണാനാ പോകുന്നേ. വയസ്സും പ്രായമൊക്കെ ആയി. ഇനി വടിയും കുത്തി മുത്തശ്ശിയായിട്ടാണോ പോവാനിരിക്കുന്നേ? അല്ല, അതല്ല ഞാൻ പറയുന്നത്. അഭി ഒറ്റയ്ക്കല്ലേ, അവനെ തനിച്ചാക്കി എങ്ങനെ വരാൻ പറ്റും? പ്രിയ എന്നു പേരുള്ള ഒരു പെരുമ്പാമ്പ് അവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുകയല്ലേ. ആദ്യം എന്റെ കൊച്ചുമോന്റെ ജീവിതത്തിൽ സന്തോഷം വന്നോട്ടെ, അതിനുശേഷം ഭഗവാനോട് നന്ദി പറയുന്നതിന് തീർത്ഥാടനം തന്നെ നടത്തും. ആ ശരി, ഞാൻ ഭഗവാന്റെ മുന്നിൽ പോയി പഴയ പോലെ ഈ വീട്ടിൽ സന്തോഷം തിരിച്ചു വരാൻ ഭഗവാനോട് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിച്ചേക്കാം. എന്ത് തീരുമാനം? മറ്റൊന്നുമല്ല അച്ഛമ്മ, ഞാൻ തനുവിനെ കല്യാണം കഴിക്കാൻ പോവാ. ഇതിനേക്കാൾ നല്ലൊരു തീരുമാനം വേറെ ഉണ്ടാവില്ല അച്ഛമ്മ. ഈ കാര്യങ്ങൾ ഞാൻ എന്തായാലും വെച്ച് താമസിപ്പിക്കില്ല. നാളെ തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അച്ഛമ്മ. ഇതില് അച്ഛമ്മയ്ക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അച്ഛമ്മ പ്രിയയോടൊന്ന് സംസാരിക്കണം. എനിക്ക് ഡിവോഴ്സ് തരാനായിട്ട്. എങ്കിൽ മാത്രമേ എനിക്ക് തനുവിനെ കല്യാണം കഴിക്കാൻ പറ്റൂ. കാര്യങ്ങൾ കോടതി വരെ എത്തുകയും ചെയ്യും. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ ശരിയാവില്ല അച്ഛമ്മേ. വെറുതെ ഇങ്ങനെ സമയം കളയാന്നല്ലാതെ. ചേച്ചി, ആപി പറയുന്നത് ശരിയാ. ഡിവോഴ്സിന്റെ കാര്യം ചേച്ചി തന്നെ ഒന്ന് സംസാരിക്കാം. അച്ഛമ്മ എന്ത് ചെയ്താലും അത് സമാധാനത്തോടെയും സ്നേഹത്തോടെയും അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിനതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അച്ഛമ്മ. ഞാൻ ശ്രമിക്കാം മോനെ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട.
അത് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു. ഒരുപാട് അങ്ങ് ദേഷ്യപ്പെട്ടാൽ വെറുതെ BP കൂടും. ഇനി എന്തായാലും നീ കാരണം എന്റെ BP കൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ശരിക്കും മനസ്സിലായില്ലല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ദേഷ്യം ഒന്ന് കുറയ്ക്കും. ഇനി അഥവാ ആരെങ്കിലും നിന്നോട് ദേഷ്യത്തോട് സംസാരിച്ചാൽ അവരോട് സ്നേഹമായി പെരുമാറണം. ബുദ്ധിയുള്ളവർ എങ്ങനെയാണെന്ന് നിനക്കറിയും. അവർ കുറച്ചേ സംസാരിക്കൂ, കുറച്ചേ റിയാക്റ്റും ചെയ്യൂ. പക്ഷേ എഫക്റ്റ് സോളിഡ്. അതുകൊണ്ട് നീ ഒന്ന് ദേഷ്യം കുറയ്ക്കും. ദേഷ്യം കുറച്ചാലേ നീ ഒരു പ്രായം കുറഞ്ഞ അമ്മൂമ്മയെ മാറും. ഫേസ് ഗ്ലോ ആകും, ഫ്രഷ് ആയിരിക്കും. നീ ഒരു 10-18 വയസ്സുള്ളൊരു പെണ്ണാവും. എന്നല്ലേ മറ്റുള്ളവരെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കും. നീ എന്താ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവണേ? കോംപ്ലിക്കേറ്റഡ്? ഞാനോ? സമാധാനത്തോടെ നമ്മുടെ ചുറ്റുപാട് ഒന്ന് നോക്കിയേ. എന്നിട്ട് നീ പറ, എന്താണ് നിന്റെ കയ്യിൽ സ്വന്തമായിട്ടുള്ളത്, നിന്റേത് മാത്രമായിട്ട്? ആവശ്യമുണ്ട് മണ്ടി. മനസ്സിലായോ? എത്ര നാളാടി ഞാൻ ഇങ്ങനെ നിന്നെ വീഴാതെ പിടിക്കുന്നത്? നിഴലായി ഇങ്ങനെ നിന്റെ കൂടെ ഉണ്ടാവുന്നത്. നിന്റെ ജീവിതത്തിൽ നിനക്കും ഇതുപോലൊരു വ്യക്തിയെ വേണ്ടേ, ഇങ്ങനെ കൈകളിൽ താങ്ങിയെടുക്കാനായിട്ട്? ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, കണ്ണും കണ്ണും നോക്കി. അലിയ, അവനിപ്പോ എന്റെ സൈഡിലാ. ഞാൻ അവന്റെ കോൺഫിഡൻസ് പിടിച്ചു പറ്റി കഴിഞ്ഞു. എന്തു പറ്റി അലിയ? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിനക്കൊരു സന്തോഷവും ഇല്ലാത്ത പോലെ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? ഏട്ടൻ പുതിയ കോൺസേർട്ടോ മ്യൂസിക് ലോഞ്ചോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ മീൻ, ഈ അവസ്ഥയിൽ അവൻ പുതിയൊരു കോൺസേർട്ട് ചെയ്യില്ല. വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വളരെ ടെൻഷനിലാണ്. അതിനിടയ്ക്ക് മ്യൂസിക് ചെയ്യാൻ കഴിയില്ല. ടെൻഷൻ കണ്ടാൽ തോന്നും മ്യൂസിക്കിന്റെ കാര്യം തന്നെ മറന്നു പോയതുപോലെ. പക്ഷെ നിനക്കെന്താ എത്ര ടെൻഷൻ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കുഞ്ഞ് അവന്റെ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിപ്പിച്ചു. ഇത് ഗ്രേറ്റ് ന്യൂസ് അല്ലേ? ഗ്രേറ്റ് തനു, ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം. നീ ആ ബ്ലാക്ക്മെയിലറിന്റെ കാര്യം പറയും. എന്തെങ്കിലും അറിയാൻ സാധിച്ചോ? ഇല്ല, ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അയാളൊരു പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു. ഫേക്ക് ഐഡി ഉപയോഗിച്ചാണ് മുഴുവൻ സിം കാർഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഡോണ്ട് വറി, ഐ വിൽ ഫൈൻഡ് ഔട്ട്. നിനക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. അയാൾ ഒന്നുകൂടെ വിളിക്കട്ടെ തനു. ഐ വിൽ ഫൈൻഡ് ഔട്ട്. അതുവരെ നീ വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കണം. ഇനി അയാൾ വീട്ടിലുള്ള ആരുമായി ബന്ധപ്പെടാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ശരി, ഡോൺ വറി. ഞാൻ എല്ലാരെയും ശ്രദ്ധിച്ചോളാം. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ബൈ. അവനോട് ചെന്ന് പറയേണ്ടത് നീ എന്തു പറഞ്ഞെന്ന് ഞാൻ അവനോട് ചെന്ന് പറയണം. ഞാൻ എന്ത് പറയാ അച്ഛമ്മ? നീ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാ? അവൻ എപ്പോ വേണമെങ്കിലും ചോദിക്കും, അച്ഛമ്മേ എന്തായി, പ്രിയ എന്തു പറഞ്ഞു, എന്ത് തീരുമാനമെടുത്തു. ഞാൻ എന്താ അവനോട് ചെന്ന് പറയേണ്ടത്? അച്ഛമ്മ പറയണം,
ഇതുവരെ എന്നോട് സംസാരിച്ചില്ലെന്ന്. അത് കൊള്ളാം. ഞാൻ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉത്തരം പറയാനാണ്? അത് വളരെ ശരിയാ. പിന്നെ ഇത് തന്നെ പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പോട്ടെ, അപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഇത്രേ ഉള്ളൂ കാര്യം, ഇനി ടെൻഷൻ വേണ്ട. കാണിച്ചു കൊടുക്കായിരുന്നു. അല്ല, എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത്? മുഖമൊക്കെ ആകെ വാടിയിരിക്കുന്നല്ലോ എന്ന്. അച്ഛമ്മ എന്തിനാ ടെൻഷൻ ആയിരിക്കുന്നത്? അത് നിങ്ങളുടെ കാര്യം ഓർത്ത ടെൻഷൻ, വേറെ എന്ത് കാര്യോ? ഒരുപാട് ദേഷ്യപ്പെടുകയായിരുന്നു. ഞാൻ പിന്നെ സമാധാനിപ്പിച്ചു. ദേഷ്യം വന്നാൽ ആരോഗ്യത്തെ ബാധിക്കില്ലേ? നിങ്ങൾ തന്നെയല്ലേ പറയാറ്? പക്ഷേ അച്ഛമ്മയുടെ മുഖത്തെന്താ ദേഷ്യം? അറിയില്ല. നിങ്ങൾക്ക് ഡിവോഴ്സ് കൊടുക്കൂ എന്ന് മാത്രം പറയുന്നു. ഞാൻ പറഞ്ഞു കുറച്ച് സമാധാനത്തോടെ സംസാരിക്കാൻ. പക്ഷെ കേക്കണ്ടേ, ഞാൻ വീണ്ടും പറയായിരുന്നു കാര്യങ്ങൾ സമാധാനത്തോടെ സംസാരിച്ച പോരെന്ന്. പറയുന്നത് മനസ്സിലാവാത്ത പോലെയാ. സ്വന്തം പ്രായത്തെക്കുറിച്ചെങ്കിലും ഓർക്കണ്ടേ? ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഈ പ്രായത്തിൽ ഒട്ടും നല്ലതല്ല. ഇതും കൂടിയാണ്. ഇതിനു വേണ്ടി നമ്മൾ എല്ലാവരും പരിശ്രമിക്കും. അതെ, നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കും. ആന്റി ഇപ്പം നന്നായിട്ട് വിശ്രമിക്കാം. ഞാൻ പ്രിയച്ചോട് അടുത്ത പ്ലാനിനെ കുറിച്ച് സംസാരിച്ചിട്ട് വരാം. പിന്നെ ആന്റി ടെൻഷൻ അടിക്കണ്ട. ആന്റിയെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ രജനി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ആന്റി സമാധാനമായിട്ടൊന്ന് ഉറങ്ങ. ഇനി ആന്റി കരയാൻ പാടില്ല. ആരൊക്കെ കാരണമാണോ ബുൾബുൾ ഇന്ന് ജീവനോടെ ഇല്ലാത്തത്, അവർക്കൊക്കെ മരണമാണ് ശിക്ഷ. നമ്മളെയൊക്കെ ഈ അവസ്ഥയിലാക്കി ഒന്നിനെയും വെറുതെ വിടാൻ പോകുന്നില്ല. ആന്റിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവണം. ഞാൻ പോയിട്ട് വരാം. അറിഞ്ഞൂടെ നിനക്ക്? എങ്ങനെയെങ്കിലും അദ്ദേഹം എന്നെ ഒന്ന് കാണാനും സംസാരിക്കാനുള്ള വഴികൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ നേരായ വഴിയിലൂടെ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളപ്പോ രാജേട്ടനെ കുറിച്ചാണ് സംസാരിച്ചത്? അപ്പൊ നീ എന്താ വിചാരിച്ചേ? ഇല്ല, വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള പുതിയ രീതികൾ കണ്ടുപിടിക്കൂ. അദ്ദേഹം ഉറപ്പായിട്ടും മിണ്ടും. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞോളൂ, ഞാൻ സഹായിക്കാം. നീ എന്നെ ഹെൽപ്പ് ചെയ്യൂ. തനു എനിക്ക് എന്റെ പ്രശ്നം തീർക്കാനാണ്, അല്ലാതെ കൂട്ടാനല്ല. അവളുടെ സ്വന്തം ജീവിതമേ നേരെയല്ല, പിന്നെ ഇനി എന്റെ ജീവിതം ശരിയാക്കുന്ന. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. മൈഥിലി ഏട്ടത്തേക്ക് ഇതുവരെ ഫോൺ വന്നിട്ടില്ല. പിന്നെ അയാൾ ഇനി ആരെയായിരിക്കും വിളിക്കും? നമ്മുടെ കുഞ്ഞ് വലുതായിട്ട് നമ്മളോട് തന്നെ ചോദിക്കും, അച്ഛാ എന്റെ അമ്മ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ എന്ന്. നല്ല രസമായിരിക്കുമല്ലോ ഇത് കേൾക്കാൻ. ശരിയാക്കാമായിരുന്ന കാര്യത്തെ നമ്മൾ അങ്ങ് കുളവാക്കി. ഇനി ഞാൻ ആ മുഖാമ്പയുടെ മുന്നിൽ ചെന്ന് തല കുനിച്ച് നിൽക്കണം. നിങ്ങൾക്കറിയോ, സോറിയും പറയണം അവളോട്. മോനെ, നീ എന്തിനാ തല താഴ്ത്തുന്നേ? ഇവൻ പറഞ്ഞത് ശരിയാ. എനിക്കാ തെറ്റുപറ്റിയത്. ഞാൻ ശരിക്കും കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാക്കി. ഭയങ്കര ദേഷ്യം വന്നുപോയി. അഭി, നീ എന്നോട് ക്ഷമിക്കില്ലേ? ദേഷ്യം വന്നപ്പോ എനിക്കെല്ലാം കൈവിട്ടുപോയി. എന്താ അച്ഛമ്മ ഈ കാണിക്കുന്നത്? എന്നോട് സോറി പറയല്ലേ. ഒന്നാതെ എന്റെ മനസ്സാകെ വിഷമത്തില്ല. എന്നിട്ട് വീണ്ടും എന്തിനാ അച്ഛമ്മ എന്നോട്? സഹോദരിക്ക് വേണ്ടി ജീവൻ കളയാൻ പാടില്ലേ? പിന്നെ ഞാൻ ഈ കുടുംബവുമായി ബന്ധമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടൊരു സഹോദരന്റെ കടമ ഞാൻ നിറവേറ്റും. ഒരു സഹോദരി എനിക്ക് നഷ്ടപ്പെട്ടു. മറ്റൊരു സഹോദരിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അവരൊരു പാഠം പഠിപ്പിക്കുന്നതുവരെ ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഇനി എനിക്ക് മരിക്കേണ്ടി വന്നാലും ചേച്ചി ഒരു കാര്യം ഓർത്തോ, ചേച്ചിയുടെ കൈകൊണ്ട് രാഗി കിട്ടിക്കാതെ ഞാൻ മരിക്കാനേ പോകുന്നില്ല. എങ്കിൽ ശരി, നമുക്ക് നമ്മുടെ ബ്ലാക്ക് മെയിലറെ കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ജോലി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സംസാരിക്കാൻ പറ്റിയ സമയം ഇതാണ്. അത് ആക്ച്വലി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിക്കല്ലോ, പക്ഷെ പിന്നെ ആട്ടെ. ഇപ്പൊ എനിക്ക് കുറച്ച് അത്യാവശ്യ ഒരു ജോലി. അരമണിക്കൂർ കഴിഞ്ഞാണെങ്കിലോ? 1 മണിക്കൂർ? ശരി, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഒരു 2 മണിക്കൂർ. ഡൺ. വൈകിട്ട് സംസാരിക്കാം. ദാറ്റ്സ് നോട്ട് പ്രോബ്ലം. അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള സമയം പറ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ എനിക്ക് പോണം. പിന്നെ സംസാരിക്കാം എപ്പോഴായാലും. അതെന്തായാലും വളരെ നന്നായി. എനിക്ക് ആലോചിക്കാനുള്ള സമയവും കിട്ടും. എവിടെ സംസാരിച്ച് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ മോനെ അബി, നീ പണി തുടങ്ങിക്കോ. ഇന്ന് ഞാൻ എന്റെ അവസാനത്തെ മാർഗം സ്വീകരിക്കാൻ പോവാ. ഇനി ഇന്നും എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു തെളിവും ഇല്ലാതെ അദ്ദേഹത്തോടെല്ലാം ഞാൻ തുറന്നു പറയും. അമ്മേ, അദ്ദേഹം ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞാനും അമ്മ ഈ വീട് വിട്ട് എവിടെയെങ്കിലും പോവും.
പ്ലീസ് അമ്മ, ഞാൻ ഇന്ന് തോൽക്കാതിരിക്കാൻ വേണ്ടി അമ്മ എന്നെ അനുഗ്രഹിക്കണം. അമ്മ പ്ലീസ് പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മ. ഞാൻ ഒരു പ്രശ്നത്തിലും ചെന്ന് പെടാതെ എല്ലാ കാര്യങ്ങളും ശരിയാവാൻ പ്രാർത്ഥിക്കണം പ്ലീസ്. ഞാൻ 2 തവണ ചെയ്യാറില്ല. ഞാൻ എന്റെ ജീവൻ വെച്ച് കളിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് കാണുകയും വേണ്ട. ശരി, കാണുണ്ടെങ്കിൽ കാണണ്ട. എനിക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ തരൂ. ഞാൻ അതിൽ പൈസ ഇട്ട് തരാം. നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മാഡം? ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ബുദ്ധി വേണ്ടേ? ഇനി നിങ്ങൾക്ക് ഞാനുമായി ഡീൽ ചെയ്തേ പറ്റുമെന്നാണെങ്കിൽ 1 മണിക്കൂറിനകം ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് എന്റെ ആളുടെ കയ്യിൽ കാശ് ഏൽപ്പിക്കണം. ഇനി 1 മണിക്കൂറിനകം പണം എത്തിയില്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിലും അഭിസാറിന്റെ നമ്പർ ഞാൻ കണ്ടുപിടിക്കും. അതൊരു വിഷയമല്ല. 1 മണിക്കൂർ വളരെ കുറവാണ്. ഹലോ ഹലോ. ഓക്കെ, ഇനി അടുത്ത കോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ കോൾ ആയിരിക്കും. ഇപ്പൊ നിന്റെ ശ്വാസം നിൽക്കുന്ന പോലെയാ. ഇനി ഇതും ആലോചിച്ചിരുന്നിട്ട് എന്നോട് ഓരോന്ന് പറഞ്ഞ് വഴക്കിടാൻ നിൽക്കണ്ട. വ്യക്തമായിട്ട് പറയും എന്താ പ്രശ്നം. ആ ബ്ലാക്ക് മെയിലറിന്റെ ഫോൺ വന്നു. അയാൾ അബിയുടെ നമ്പർ ചോദിക്കുന്നുണ്ട് അവനോട് ഡീൽ ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് നീ നമ്പർ കൊടുത്തോ? എനിക്കെന്താ വട്ടാണോ? അല്ല, നിന്റെ പാസ്റ്റ് റെക്കോർഡ്സ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ നമ്പർ കൊടുത്തില്ല. പക്ഷെ ഏതെങ്കിലും വഴിയിൽ കിട്ടിയാലോ? നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? നീ ഏട്ടന്റെ വിശ്വാസം പിടിച്ചു പറ്റിയെന്ന് നീയല്ലേ പറഞ്ഞത്? മറ്റാരെയും വിശ്വസിക്കാതെ നിന്നെ മാത്രം വിശ്വസിക്കൂ. എങ്കിൽ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ആ പറഞ്ഞു. പക്ഷെ അയാളുടെ കയ്യിൽ തെളിവുണ്ട്. തെളിവ് കണ്ട ആരായാലും വിശ്വസിക്കില്ലേ? എല്ലാം നിക്കില്ലേ കാരണം. അവനെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട്. നോക്കിക്കോ. ഞാൻ അവളെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. പക്ഷെ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞില്ല. വേറൊരു കാര്യമോ പറഞ്ഞേ. വേറൊരു കാര്യോ? അതെന്ത് കാര്യോ അത്? ഞാൻ തനുവിനോട് അദ്ദേഹത്തിന്റെ നമ്പർ ചോദിച്ചു. അഭിയുടെ നമ്പർ? പക്ഷെ എന്തിന്? അവൾക്ക് ടെൻഷൻ ഉണ്ടായി. അവൾക്ക് ടെൻഷൻ കൂടി. ഡെസ്പറേഷനിൽ അവൾ എന്തെങ്കിലും തെറ്റായ തീരുമാനമെടുത്താൽ നമുക്ക് ഹിന്റ് കിട്ടില്ലേ? പക്ഷെ മോളെ, നീ എന്താ ചെയ്യാൻ പോന്നേ? ഒരു മിനിറ്റ് പ്രിയേച്ചി. ചേച്ചി ഇനി നമ്മുടെ പ്ലാനിൽ അഭിയെ ഇൻവോൾവ് ചെയ്യാൻ നോക്കാണോ? ഇല്ലില്ല പ്രണവ്, അദ്ദേഹത്തെ എങ്ങനെ ഇൻവോൾവ് ചെയ്യിക്കും? ഞാൻ തനുവിനെ പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. എന്തെങ്കിലും ചെയ്യുമ്പോ സൂക്ഷിക്കണം. അവൾ ഗർഭിണിയല്ലേ, അതുകൊണ്ടാ. സല്ലാൻഡയുടെ അസുഖം മാറാൻ ഇനി സമയം എടുക്കും. ഇനി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇനി ആ ബ്ലാക്ക് മെയിലറിനെ കുറിച്ച് ഓർക്കും. ആദ്യം അയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കണം. ഇത് നോക്ക്, ഈ മാഡത്തിന് അതൊന്നും ബാധകമല്ല. എല്ലാം നിസ്സാരമായിട്ടാ കാണുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. തനു, എനിക്കും അത് ബാധകം തന്നെയാ. നിനക്ക് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. പക്ഷെ ഇന്നുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ അല്പം തിരക്കില്ല. പക്ഷെ പോകുന്ന വഴിയില്ലേ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ കയറിയൊന്ന് അന്വേഷിക്കാം നിനക്ക് അവിടെ സീറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ നീ പറയരുത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലാന്നൊന്നും. ഇതാണോ നിന്റെ ഹെൽപ്പ്? ഓ ഗോഡ്, യു നോ വാട്ട് നിഖിൽ, എനിക്ക് ശരിക്കും ഇപ്പൊ സമയമില്ല. നീ ഇവിടെ ഒന്ന് ഹാൻഡിൽ ചെയ്യും. നീ കണ്ടോ, ഇവൾ എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവിടാൻ ഒന്നും പറയുന്നില്ല. നീ തന്നെ പറയാ എന്താ ചെയ്യേണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യ്. നീ വീടിനകത്ത് പോയി അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്ക്. ഏതെങ്കിലും കോൾ വന്നോ വന്നില്ലയോ ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട്. വീണ്ടും ദേഷ്യം. ആദ്യം ഞാൻ പറയുന്ന മുഴുവനായിട്ട് നീ കേക്ക് തനു. നീ ആദ്യം അകത്തേക്ക് പോ. ഞാൻ നിന്റെ പിറകെ വരാം. ഒരുമിച്ച് പോയാൽ എല്ലാരും സംശയിക്കും. ദാറ്റ്സ് ഇറ്റ്. പ്രശ്നം എന്റെ ആണല്ലോ, അതുകൊണ്ട് എല്ലാരും എന്നെ മുതലെടുക്കുക. എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ട് എല്ലാരും ഞാൻ ശരിയാക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് മെയിലർ എന്ത് കളിയാണ് കളിക്കുന്നത്? അബിയുടെ നമ്പറിന് വേണ്ടി തനുവിനെ വിളിക്കുന്നു. അബിയുടെ നമ്പർ എവിടുന്നായാലും കിട്ടും. പിന്നെന്തിന് തനുവിനോട് ചോദിക്കണം? ഈ രചന എവിടെ പോയി? വേറെ എവിടെയാവാനാ? സ്വന്തം അമ്മായിയമ്മയെ നോക്കാതെ അബിയുടെ അമ്മായിയമ്മയാണ് ഇപ്പൊ നോക്കുന്നേ. അവരിവിടെ വന്നത് പിന്നെ അവൾക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. മര്യാദയ്ക്ക് സംസാരിക്കും. മനസ്സിലായോ? അവരുടെ അവസ്ഥ എന്ത് മോശമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇനി രചന അവരെ നോക്കാതെ നിന്നെ നോക്കണമായിരിക്കും അല്ലേ? എന്താ ശരിയല്ലേ? നിന്നെ ആരെങ്കിലും എപ്പോഴും ശുശ്രൂഷിക്കണം. അപ്പോ ഒരു കാര്യം ചെയ്, നീ ആദ്യം രോഗിയാക്. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ നിന്നെ നോക്കാം. അമ്മ ഇതെന്താ പറയുന്നേ? ഇവളെങ്ങനെ രോഗിയാവാനാ? ഇവൾക്ക് എന്തെങ്കിലും രോഗം വന്നാലേ രോഗം തന്നെ ഇവളെ കണ്ട് പേടിച്ചോടി പോവും. അച്ഛമ്മേ, അച്ഛമ്മ കഴിക്കുന്ന സമയത്ത് മൊബൈൽ കൊണ്ടുവരാറില്ലേ? ഉണ്ടല്ലോ. എന്താ? ഇല്ല, ഒന്നുമില്ല അച്ഛമ്മേ, ഞാൻ വെറുതെ ചോദിച്ചതാ. ഓ, ഇവള്
എന്റെ എല്ലാ കാര്യത്തിന്റെ ഇടയിൽ കയറി വരും. അറിയില്ല അച്ഛമ്മേ, അയാള് വെറുതെ ശല്യപ്പെടുത്തുന്നു. അയാൾ എന്നോട് അബിയുടെ നമ്പറും ചോദിക്കുന്നു. അയാളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അയാള് അബിയെ വിളിച്ച് വെറുതെ ടെൻഷൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ തന്നെ അബിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. അതിന്റെ കൂടെ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു കോൾ വല്ലതും വന്നായിരുന്നോ? എനിക്കൊന്നും വന്നില്ല. ആ, ഇവൾക്കിടയ്ക്കിടെ വരും. വെയിറ്റ് കുറയ്ക്കുന്ന മിഷൻ വിൽക്കുന്ന ആളുകളുടെ. എനിക്ക് അങ്ങനെ കോളൊന്നും വന്നിട്ടില്ല. ഇദ്ദേഹം ഇതുവരെ വരാത്തത്? എനിക്ക് നിന്നെയല്ല, ആ പ്രിയ വെയിറ്റ് ചെയ്തു. അല്ല തനു, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, നീ ഇടയ്ക്കിടയ്ക്ക് എന്താ ഫോൺ വരുന്നതിനെ പറ്റി ചോദിച്ചേ? അബി, ഫോണിന്റെ കാര്യം വിടൂ. നീ എന്തിനാ അവളെ ഇത്രയധികം ടെൻഷനിൽ കാത്തിരിക്കുന്നത്? നീ അവളെ കാത്തിരിക്കുന്നത് കാണുമ്പോ തോന്നുന്നു അവൾ എന്തോ പറഞ്ഞ് നിന്നെ മയക്കി കളഞ്ഞു. അബി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, നിങ്ങൾക്ക് ഈ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഴുവനും കേൾക്കുന്നതിന് മുമ്പ് അങ്ങ് കയറി വഴക്കുണ്ടായിക്കോളൂ. ഞാൻ പ്രിയയെ കാത്തിരുന്നത് നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? ആ, ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി. ഇനി അതും കുഴപ്പമാണെങ്കിൽ ഞാൻ ഇവിടെ വെച്ചെല്ലാം അങ്ങ് നിർത്താം. എന്തേ? വേണ്ട അബി, വേണ്ട. സോറി ഐ എം സോറി. ഐ നോ നീ എന്നോടെല്ലാം പറഞ്ഞു. എനിക്ക് പ്രിയയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവളിപ്പോ വരില്ല. അവൾ എല്ലാവരുടെയും കൂടെ ഡിന്നർ കഴിക്കുക. എന്താ? അവള് ഡിന്നർ? അതെ, ഞാൻ അവിടുന്ന് വന്നേ. അച്ഛമ്മ എല്ലാരും ഡിന്നർ കഴിക്കാൻ വിളിച്ചു. ഞാൻ എത്ര നേരമായിട്ട് അവളെ വെയിറ്റ് ചെയ്യുന്നറിയോ? അവൾ അവിടെ ഡിന്നർ കഴിച്ചോണ്ടിരിക്കാം. ഇന്ന് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഡിവോഴ്സ് ഒന്ന് കിട്ടിക്കോട്ടെ. വാ, ആദ്യം പോയി വല്ലതും കഴിക്കാം, എന്നിട്ട് സംസാരിക്കാം. എന്നിട്ട് സംസാരിക്കാന്ന് വെച്ചാ എന്താ സംസാരിക്കണ്ടേ? ആദ്യം ഡിന്നർ ഒന്ന് കഴിഞ്ഞോട്ടെ. എങ്കി വാ. തനു അദ്ദേഹത്തെ കൂട്ടി വരുന്നുണ്ടാവും. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാനുള്ള കറക്റ്റ് സമയം. സുഖമാണോ? ഓൾ ഗുഡ്. ഇതുവഴി പോയപ്പോ കയറിയതാ. ആന്റിക്ക് എങ്ങനെയുണ്ട്? ഒരു മാറ്റവുമില്ല. ശരിയാവാൻ ഇത്തിരി സമയം എടുക്കുമായിരിക്കും. ബാഡ്, റിയലി ബാഡ്. ശരി, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ പിന്നീട് വരാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. എന്നാ അറിഞ്ഞ ശരി. എന്താ എല്ലാരും കഴിക്കല്ലേ? നീയും ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി, അല്ലേ പ്രണവ്? അതെ നിഖിൽ, വന്ന് കഴിക്കുക. നീ ഇനി നേരത്തെ കഴിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്. കമോൺ. താങ്ക്സ്. അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഇങ്ങതാ, ഇത് ഏതോ ശല്യക്കാരനാ. എന്നെ ഇടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ശല്യം ചെയ്യാറുണ്ട്. നിനക്ക് ഇത്ര ധൈര്യം അബിയെ വിളിക്കാൻ? എത്ര തവണ വഴക്ക് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു? എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കി? എത്ര തവണ പറഞ്ഞു ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്? എന്നിട്ട് മനസ്സിലാവില്ലെന്ന് വെച്ചാ? സോറി മാഡം. അത് എന്താന്നറിയോ, എനിക്ക് എന്റെ പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വിചാരിച്ചു സാറിനെ വിളിച്ച് സംസാരിക്കാന്ന്. കൂടുതൽ സംസാരിക്കണ്ട. എനിക്ക് ദേഷ്യം വന്നാ പിന്നെ. നീ എന്തിനാ ഇങ്ങനെ വെറുതെ സ്ട്രെസ് ആവുന്നേ? നീ റിലാക്സ് ചെയ്യ്, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഹലോ മിസ്റ്റർ വാച്ച്മാൻ, നോക്ക്. അയ്യോ, ഐ ആം സോറി. എനിക്കറിയില്ലായിരുന്നു നീ അവിടെ ഉണ്ടെന്ന്. എങ്കിൽ ഞാൻ സ്പ്രേക്ക് വരാൻ പ്രേ ചെയ്തേനെ. ഒരു സെക്കൻഡ്. ഈ വെള്ളം കുടിച്ച് നീ എവിടെ പോവാ? ഇങ്ങോട്ട് വാ. നീ ഇതെങ്ങോട്ടാ പോ? ഇദ്ദേഹം ഉറപ്പായും ഡിവോഴ്സിനെ കുറിച്ച് തന്നെ പറയും. അതിനുവേണ്ടി ഇതെല്ലാം കാണിച്ചു കൂട്ടുന്ന. എന്താ ആലോചിക്കുന്നേ? നല്ല മണമല്ലേ? എത്ര നല്ല മണം. അലർജി എനിക്കത്. എങ്കിൽ വേറെ സ്പ്രേ അടിക്കുന്നേ. എങ്കിൽ പറ, നിന്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണ്? മണ്ണിന്റെ സുഗന്ധമില്ലേ, അതാ എനിക്കിഷ്ടം. മണ്ണിന്റെ സുഗന്ധം അതെവിടെന്നാ കിട്ടുക? എനിക്കറിയില്ല. നോക്കൂ, കുറച്ച് കഴിയുമ്പോ ഈ മണം പോവും, എല്ലാം
പഴയതുപോലെ ആവും കേട്ടോ. ചെയ്യാൻ പറ്റാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് സമയം വെറുതെ ഓരോന്ന് ചെയ്ത് കൊളാക്കിയിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ഇനി ഇവളുടെ ഉറക്കം പോവാൻ ഞാൻ എന്താ ചെയ്യുക? ഇനി എന്ത് ചെയ്താലും ഇവളുടെ ഈ അളിഞ്ഞ മോന്ത കാണേണ്ടി വരും. ഇദ്ദേഹം നല്ല മൂഡില് സംസാരിക്കാൻ വേണ്ടി അവൻ ചിന്തിക്കുന്നു. അതെ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. വെളിച്ചത്തിൽ കിടന്ന എനിക്ക് ഉറക്കം വരില്ല. ഓഫ് ചെയ്തേ ആ ലൈറ്റ്. അറിയാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? കിടക്കാൻ പാടില്ലേ? അനങ്ങുമ്പോഴേ നിങ്ങളുടെ ഷാഡോ കണ്ട എനിക്ക് പേടിയാവാ. അതുകൊണ്ട് കിടന്നോ ഉറങ്ങിക്കോ. പേടിയാവുന്നോ? ഏയ്, നിനക്കറിയോ മനുഷ്യന് പേടിയാവുമ്പോഴേ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കണം. എനിക്കാണെങ്കിൽ ഇന്ന് ഉറക്കവും വരുന്നില്ല. നമുക്കൊന്ന് സംസാരിച്ചാലോ? വാ, എനിക്ക്. അയ്യേ, ഇത് സംസാരിക്കാനുള്ള സമയമാണോ? വാന്നേ, നമുക്ക് സംസാരിക്കാം പ്ലീസ്. രാവിലെ സംസാരിക്കാം. ഇത് വളരെ അത്യാവശ്യ കാര്യം. ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. നീ അതിനുശേഷം ഓക്കെ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അതിനുശേഷം നീ കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെ എന്ത് കാര്യമുള്ള? അത് അച്ഛമ്മ പറഞ്ഞ ആ കാര്യം. ദേഷ്യം? നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കല്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഒരാളെ വെറുതെ ടെൻഷൻ ആക്കാൻ പാടില്ല. ഗുഡ് നൈറ്റ്. ശരി, ഉറങ്ങിക്കോ. ആക്ച്വലി ഞാൻ വിചാരിച്ചത് നമ്മുടെ പൂന്തോട്ടത്തിലൊന്ന് നടന്നാലോ. പുറത്താണെങ്കിൽ നല്ല കാറ്റുമുണ്ട്. നമുക്കൊന്ന് പോയാലോ? ഇവള് ഉറങ്ങി. ഇല്ലെങ്കിൽ ഇന്ന് ഡിന്നറിൽ എല്ലാവരും എന്നെ തിന്നേനെ. വിധി രക്ഷിച്ചു. പക്ഷെ എത്ര കാലം വരെ തനു? ഇന്ന് അബി അവനോട് ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞു. നാളെ വീണ്ടും ചെയ്താ? പക്ഷെ ആ സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ? ഇതുവരെ 1 മണിക്കൂർ ആയിട്ടില്ല. പിന്നെ അയാൾ എങ്ങനെ ഇപ്പൊ ഫോൺ ചെയ്തേ? ഇനി ചിലപ്പോ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതാണോ? അറിയില്ല. ഇനി നിഖിൽ അവിടെ ആരെങ്കിലും അയച്ചോ ഇല്ലയോ എന്ന് അത് ചോദിക്കാനും മറന്നു. ഇപ്പൊ തന്നെ ചോദിക്കാം. വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ. ഞാൻ കളിയാക്കിയതാ. നിനക്ക് തോന്നുന്നുണ്ട് ഇതുപോലൊരു ഡീലിന് വേണ്ടി എന്റെ കയ്യിൽ പണമുണ്ടെന്ന്? അത് നിനക്ക് വേണ്ടി. ഇതിലൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ അറിയാലോ, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ ഞാൻ പണവും സമയവും ചെലവാക്കാറേ ഇല്ല. പിന്നെ 20 ലക്ഷം രൂപ, അത് നിന്റെ രഹസ്യം അറിയാൻ. വേറെ ആരെങ്കിലും ആയിട്ട് പോയി ഡീൽ ചെയ്യാൻ പറ. അത് നീ 1 മിനിറ്റ് വരൂ. അതിരിക്കൂ. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അടുത്ത് അയാളുടെ നമ്പറും ഇല്ല, അയാളുടെ അഡ്രസ്സും ഇല്ല. ഞാൻ അയാളെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടും അയാള് മറ്റൊരാളോട് ഡീൽ ചെയ്യുമെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീ ഈ ഡീൽ ഏറ്റെടുത്തില്ലെങ്കിൽ അയാള് മറ്റാരെങ്കിലും വിളിക്കും. ഒരു തവണ ഈ വാർത്ത പുറത്തു വന്നാ പിന്നെ എനിക്ക് പേരുദോഷം ഉണ്ടാവും. പിന്നെ അബിക്ക് നാണക്കേടാവും. അവന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും അത്. പിന്നെ നിന്റെ ബിസിനസിനെ ബാധിക്കും അത്. നിന്റെ കല്യാണവും എന്റെ ബിസിനസിനെ ബാധിക്കും തനു. പക്ഷെ സാഡ്ലി നിന്റെ കല്യാണം അധിക ദിവസം തടയാൻ എനിക്ക് കഴിയില്ല. നിന്റെ വയറ്റിൽ ഇദ്ദേഹത്തിന്റെ കുഞ്ഞാണുള്ളത്. പ്ലീസ്. ശരി, എന്നാ ഞാൻ നിന്നെ സഹായിക്കാം. നീ സത്യമായും സോറി, നീ എന്നെ സഹായിക്കോ? വേറെ വഴിയില്ലല്ലോ. പക്ഷെ ഞാൻ ആരെ അങ്ങോട്ട് വിളിക്കുന്നു കരുതണ്ട. ഞാൻ അയാളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ 20 ലക്ഷം രൂപ, 20,000 രൂപ പോലും കിട്ടുന്നു. നോ പ്രോബ്ലം. ഞാൻ പൈസ ശരിയാക്കിക്കൊള്ളാം. എന്നെ ഒന്ന് സഹായിക്കൂ. ഇന്ന് എനിക്ക് മനസ്സിലായി പോലീസിന് വരെ അബദ്ധം പറ്റുമെന്ന്. പിന്നെ എനിക്ക് ആവശ്യമുള്ള കാര്യമായി പോയി. ഇല്ലെങ്കിൽ ഒരിക്കലും നിന്നൊന്നും സഹായിക്കില്ല ഞാൻ. ഡിവോഴ്സ് കിട്ടിയാലോ?
ഇതുവരെ കണ്ടില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? സമയമാണെങ്കിൽ പോകുന്നുമില്ല. ഗിറ്റാർ എടുത്തൊന്ന് പയറ്റിയാലോ? കാണാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു വേണം ചെയ്യാൻ. പിന്നെ അവൾ ഉറപ്പായി നമ്മുടെ വലയിൽ കുടുങ്ങും. അതനുസരിച്ച് നമ്മൾ ബാക്കി പ്ലാൻ ചെയ്യും. പ്രീച്ചി, ആദ്യം നമുക്ക് പഴയ തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കാത്ത ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കണം. പഴയ കാര്യം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് തന്നെ തനുവും അവളുടെ ബോയ്ഫ്രണ്ടും കൂടി നമുക്ക് പണി തന്നത്. പക്ഷെ നമ്മൾ അടുത്ത സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? ഏതെങ്കിലും പബ്ലിക് പ്ലേസ് വെച്ച് എങ്ങനെ ഇതൊക്കെ ചെയ്യാ? പ്രീച്ചി, ചേച്ചി ടെൻഷൻ അടിക്കണ്ട. എനിക്കൊരു 2 ദിവസത്തെ സമയം താ. ഞാൻ ഉറപ്പായിട്ടും എല്ലാം കണ്ടുപിടിച്ചിരിക്കും. അതെ ചേച്ചി, ഞാൻ എന്തായാലും ചേച്ചി വിരിച്ച വലയെ ഒരിക്കലും വെറുതെ ആക്കാൻ സമ്മതിക്കില്ല. നോക്ക്, ഞാൻ ആ തനുവിനുണ്ടല്ലോ. റോണി, ഞാൻ പറയാതെ നീ ഒന്നും ചെയ്യില്ല. സോറി ചേച്ചി. പ്രണം, നീ സ്ഥലം കണ്ടുപിടിക്കൂ. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി ചേച്ചി. ശരി പോ. എനിക്ക് ഒറ്റയ്ക്കായ പോലെ. അഭി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കാര്യം പറയാനും. പക്ഷെ ഈ കാര്യത്തിൽ അവൻ എന്നെ എങ്ങനെ സഹായിക്കും? തനു, നീ എന്തായി പറയുന്നത്? അഭിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. പ്രിയയ്ക്ക് നന്നായിട്ടറിയാം എന്റെ സൈഡ് നൽകാൻ കഴിയുന്ന ഒരാള് അത് അഭിയാണ്. ഇനി അവൾ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ തന്നെ കൊടുക്കുവോ? എല്ലാം അവൾ അഭിയോട് പറഞ്ഞിട്ട് എന്നിട്ട് അഭി ഇല്ലില്ല, ഞാൻ ഈ റിസ്ക് എടുക്കുന്നില്ല. ആദ്യം അഭിയോട് ചോദിക്കാം, പ്രിയയായിട്ട് എന്തേലും സംസാരിച്ചോ അതോ ഇല്ലയോ എന്ന്. ഇനി ചിലപ്പോൾ അഭി ഡിവോഴ്സിന്റെ കാര്യം അവളോട് പറയുമ്പോൾ അവൾ ഈ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞാലോ? ഇല്ലില്ല. ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? ഗിറ്റാർ വായിക്കുമ്പോ ബലൂണിന് ഓർമ്മ വരുന്നല്ലോ. നീ ഗിറ്റാർ വായിക്കുന്നതിന്റെ തിരക്കായിരുന്നില്ലേ? എന്താ നീ നിർത്തിക്കളഞ്ഞത് അഭി? വായിക്കൂ നീ. ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്നെയും ഗിറ്റാറിനെ ഒരുമിച്ച് കാണുന്നേ. പക്ഷേ ഞാൻ കാണുന്നത് വേറെന്തൊക്കെയാ. എന്ത് കാണുന്നു? ഈ ഗിറ്റാറിന് എന്റെ പഴയ ഓർമ്മകളുമായി ബന്ധമുണ്ട്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ.